ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോവും പിന്നെ ഗ്രീൻ പീസും കൂടിയിട്ട് നമ്മൾ ആലു മട്ടർ ഒക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏകദേശം ഒരു വെറൈറ്റി. ഹലോ, ഞാൻ പറയട്ടെ. അപ്പം അതിനു വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം ഒരു ആവറേജ് സൈസ്, ഒരു മീഡിയം സൈസ് സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ല ചെറുതായിട്ട് ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, ഒരു പച്ചമുളക്, പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അത് അവസാനം ഒന്ന് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പൊട്ടറ്റോയും ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഏകദേശം ഒരു 1/2 ഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, അതുകൊണ്ട് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. പെട്ടെന്ന് പിന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ വേറെ വെള്ളത്തിലൊന്നും പൊതുവെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടായ പാനിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഞാൻ ഇടുക. ഇതൊന്ന് പായെ വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടാം. ഇതിനകത്തേക്ക് ഞാനൊരു ഏകദേശം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്ന് പയ്യെ വാടി വന്നു കഴിയുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിനകത്തേക്ക് ഏകദേശം 2 ടീസ്പൂൺ ഗരം മസാല. ഇത് വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാല കേട്ടോ, മേടിച്ചതല്ല. ഇനി ഇതിനകത്തേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് അത്യാവശ്യം എരിവുള്ളതാട്ടോ. ഒരുപാട് എരിവ് വേണ്ടാന്നുള്ളവർക്ക് കാശ്മീരി കുറച്ച് മിക്സ് ചെയ്തിട്ട് എരിവുള്ളത് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് അത്യാവശ്യം എരിവുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇടുവാണ്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഇടുക. ഗ്രീൻ പീസ് ഒരുപാട് വേവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇത് ഓൾറെഡി ഹാഫ് കുക്ക്ഡ് ആണ്. സോ ഇത് പയ്യെ ഒന്ന് ചൂടാകുമ്പോഴേക്കും സാധനം നല്ല സോഫ്റ്റാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു കുറച്ച് നേരം ഇതൊന്ന് വേവണം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയുന്നത് നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാം. ഉരുളക്കിഴങ്ങ് ഞാനൊരു 1/4 ഭാഗത്തോളം ഞാൻ വേവിച്ചു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പയ്യെ ഒരു 2 മിനിറ്റും കൂടെ ചൂടായി കഴിഞ്ഞാൽ ഇത് ശരിക്കും നന്നായിട്ട് വെന്തു. ഞാൻ ഓൾറെഡി ഒരു 1/4 ഭാഗം വേവിച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇടുവാണ്. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിക്കുവാണ്. അപ്പോൾ ഒരു കുറച്ച് വെള്ളം പറ്റുകയും ചെയ്യും. ആ ഉരുളക്കിഴങ്ങ് ഒരു പൊടിക്കും കൂടി വേവാനുള്ളത് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും.
നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ശരിക്കും നന്നായിട്ട് തിക്കായി. ഇനിയും ഇതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാൻ പോവാം. ഇത് ഏകദേശം ഒരു 1.5 സ്പൂൺ കണക്കാക്കണം. കാരണം ഇച്ചിരി കട്ടയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ 1 സ്പൂൺ എടുത്താലും 1.5 സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് പയ്യെ ഒന്ന് ഒരുപാട് അങ്ങനെ ഇളക്കി ഇതാക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്ത് അത് ആ ഗീയുടെ ഫ്ലേവർ ഒന്ന് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തി. ഇതാണ് നമ്മുടെ ഫൈനൽ ടച്ച് എന്ന് പറയുന്നത്. ഇനി പ്രത്യേകിച്ചൊന്നും ഇടാനില്ല, അതങ്ങനെ ഇരുന്നാൽ മതി. ഇനിയൊന്നും പ്രത്യേകിച്ച് ഇളക്കി കൊടുക്കാനൊന്നും പോകണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്.